ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നലാണ് ചെറിയ കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസം ഈ മാർച്ച് 8 എന്ന് പറയുന്നത് വുമൻസ് ഡേ ആയിട്ടൊക്കെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ശരിക്കും ഈ വുമൻസിന് ഫ്രീഡം ഉണ്ട്, ഭയങ്കര ഡെവലപ്പിംഗ് ആണ്, ഇപ്പോൾ ഫ്രീഡം ഉണ്ടോ എന്നൊക്കെ എല്ലാവരും പറയാനൊക്കെ കൊള്ളത്തുള്ളൂ. ശരിക്കും ഫ്രീഡം ഉണ്ടോ? ഈവൻ നമുക്കൊന്ന് ഒറ്റയ്ക്ക് പോകാനുള്ള ഫ്രീഡം അല്ല, ഫിനാൻഷ്യൽ ഫ്രീഡം ആയാലും നമുക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഫ്രീഡം ആണെങ്കിലൊക്കെ ഈ വാക്കുകളിൽ പറയുക എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും നമുക്ക് ഫ്രീഡം കിട്ടുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് നമ്മൾ പെൺകുട്ടികൾ, അതായത് ഈവൻ മാരേജിന് മുന്നേ നമ്മൾ ജോലിയൊക്കെ പഠിച്ചൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകുക. ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയേണ്ടത് ശമ്പളം എത്രയുണ്ട്, ആ ശമ്പളം നമ്മൾ എങ്ങനെയൊക്കെ ചെലവഴിക്കുന്നു എന്നൊക്കെ നമ്മളുടെ അടുത്ത് പലരും ചോദിക്കും. പക്ഷെ ഒരു ആൺകുട്ടി ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ അടുത്ത് ചോദിക്കുന്നില്ല ശമ്പളം എത്രയാ, നീ അതൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നത് എന്നൊന്നും ആരും ചോദിക്കില്ല. ശരിയാണോ അല്ലേ? നിങ്ങൾ തന്നെ പറ. ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ഇവൻ മാരേജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നതെങ്കിലും അവിടെയും എല്ലാവർക്കും, അതായത് സൊസൈറ്റിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, വന്നിട്ട് ജോലിക്ക് പോകുന്നുണ്ടേ ശമ്പളം എത്രയുണ്ട്, ആർക്കൊക്കെയാ കൊടുക്കുന്നത്, നീ ആ ശമ്പളമൊക്കെ വെച്ചിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത്, ഇതൊക്കെ അറിയേണ്ട വല്ല ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ജോലിക്ക് പോയി നമ്മൾ കഷ്ടപ്പെടുന്നത്, നമ്മുടെ സാലറി നമ്മൾ എന്തെങ്കിലും ചെയ്യത്തില്ല. ഇപ്പൊ ആൺകുട്ടികളോടായാലും പെൺകുട്ടികളോടായാലും ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാലും പൊതുവെ പെൺകുട്ടികളോടാണ് കൂടുതൽ ആൾക്കാരും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ച് പോകുന്നത്, അല്ലേ? ആൺകുട്ടികളോട് ഒരിക്കലും പോയി ചോദിക്കില്ല. ഈവൻ ഇപ്പൊ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒരിക്കലും ആൾക്കാർ ചോദിച്ച് ഞാൻ കേൾക്കില്ലടാ നിനക്ക് ശമ്പളം എത്രയുണ്ട്, നീ അതൊക്കെ വെച്ചിട്ട് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ആരും ചോദിച്ചിട്ടില്ല. പക്ഷെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ശമ്പളം എത്രയുണ്ട്, നീ അതൊക്കെ വെച്ച് എന്താ ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട വല്ല ആവശ്യമുണ്ട്? എന്റെ ശമ്പളം ഞാൻ എന്തെങ്കിലും ചെയ്യിക്കാതെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോ അതിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഇത്തരം ചോദ്യങ്ങൾ ഒരു പക്ഷേ നമ്മൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരു പരിധി വരെ കാരണമുണ്ടാവും എന്നുള്ളത് സത്യമാണ്. ഇവൻ എന്റേന്നല്ല, ഏതൊരാളുടെ ആണെങ്കിലും, ഏതൊരു ജോലിക്ക് പോകുന്ന ആളാണെങ്കിലും, മീൻസ് പെൺകുട്ടികളെ കൂടുതലും നമ്മൾ സൊസൈറ്റി ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കുന്നത് പെൺകുട്ടികളാണ്. ആ ഒരു കാര്യം വെച്ചിട്ട് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കല്യാണത്തിന് മുന്നേ ആണെങ്കിലും ഞാൻ ജോലിക്ക് പോയിട്ടുള്ളപ്പോഴും ഇതുപോലൊക്കെ കമന്റ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. നിനക്ക് എത്ര ശമ്പളം ഉണ്ട്, നീ അതൊക്കെ വെച്ച് എന്താ ചെയ്യാണെന്ന്. ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ, ഞാനല്ലേ കഷ്ടപ്പെടുന്നത്. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോകുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമൊന്നുമല്ലത്. വീട്ടിലിരിക്കുന്ന ആളാണെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, വെളിയിൽ പോകുന്ന ആളായാലും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ വെറുതെ കാലിന്റെ പുറത്ത് കാലിലേക്ക് ഇരുന്ന് വെച്ചാൽ കിട്ടുന്ന ഒരു സാധനമല്ല ഈ സാലറി എന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കൊരു ഫേമില് കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് പോകാനായിട്ട് പറ്റിക്കുള്ളൂ. പിന്നെ ആ കിട്ടുന്ന സാലറി നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെലവ് ചെയ്യാൻ പറ്റുന്നുള്ള ഫ്രീഡം നമുക്കില്ലാതെ എന്തോന്ന് വുമൻസ് ഡേ സെലിബ്രേഷൻ ആണ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലായി. ശരിക്കും നല്ല ഫ്രസ്ട്രേഷൻ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ സ്ത്രീകൾക്ക് ഫ്രീഡം ഉണ്ട്, അതാണ് മറ്റേതാണെന്ന് വെച്ചാൽ പറച്ചില് മാത്രമേ ഉള്ളൂ. റിയാലിറ്റി ഇൻ റിയൽ ലൈഫിൽ അതൊന്നും ഒരിക്കലും ഇല്ല എന്ന്, അതായത് എനിക്കില്ല എന്ന് തന്നെ ഞാൻ വേണമെങ്കിൽ പറയാം. ശരിക്കും അതായത് ഇവൻ എൻ്റെ ഹസ്ബൻഡിന് ചിലപ്പോൾ എൻ്റെ സാലറി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് അറിയുന്ന ഒരു ആവശ്യം ഉള്ളിക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ബാക്കിയുള്ള ചില സൊസൈറ്റി ചുറ്റിനും നിൽക്കുന്ന ആൾക്കാർക്കാണ് ഭയങ്കര തൊല. ശരിക്കും അങ്ങനെയുള്ള മനുഷ്യന്മാർ എല്ലാ നാട്ടിലും എല്ലാ സ്ഥലത്തും കാണും. അവരൊന്നും നമുക്ക് തിരുത്താനോ ഇതാക്കാനോ പറ്റില്ല. എന്നാലും ഇതൊക്കെ ഒരു ഫ്രീഡം ഉണ്ട്, സ്ത്രീകൾ ഭയങ്കര ഇതാണെന്നൊക്കെ പറയുന്നത് കൊണ്ട് നമുക്ക് വരുന്നതാണ്. ശരിക്കും ജോലിക്ക് പോയി എന്ന് വെച്ചിട്ട് സ്ത്രീകൾ ഒരിക്കലും അഹങ്കാരിയോ അല്ലെങ്കിൽ ഈ നമ്മൾ സാലറി കിട്ടിയിട്ട് നമ്മൾ ഇഷ്ടത്തിന് അടിച്ചു പൊളിച്ച് നടക്കുന്നവരെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ രണ്ടുപേരും കൂടെ ഏൺ ചെയ്താൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ഒരു നോർമൽ
ലൈഫ് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റിക്കുള്ളൂ അല്ലെ. റെന്റ്, പിള്ളേരുടെ ചെലവുകൾ, ഇതൊക്കെ ഒരാളുടെ മാത്രം ഇത് വെച്ചിട്ട് സ്മൂത്തായിട്ട് ഒരിക്കലും പോവില്ല. രണ്ടുപേരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പോക്കുള്ളൂ. അതിൽ ഒരാളോട് മാത്രം ഇങ്ങനൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിന്റെ കുറച്ച് ടോപ്പിക്ക് ഇനിയുണ്ട്. ഇതേപോലത്തെ കുറച്ച് ടോപ്പിക്കൊക്കെ ഉടനെ വരാം. ബൈ, താങ്ക് യു.